അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങുന്നു. എല്ലാ ദിവസവും നിങ്ങൾ എന്നെ കാണുന്നത് ഒരേ യൂണിഫോം, ഒരേ ജോലി, ഒരേ കാറ്. പക്ഷേ ഓരോ ദിവസങ്ങളിലെയും കാഴ്ച ഒരേപോലെ ആയിരിക്കില്ല. വരൂ, കണ്ടു തുടങ്ങാം. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിയ പാടെ അവിടെ നിന്നൊന്ന് വട്ടം കറങ്ങി നേരെ റോഡിലേക്ക്. അങ്ങനെ ഇന്ന് ഇറങ്ങാനൊന്ന് ലേറ്റ് ആയതുകൊണ്ട് ആലോചിച്ചു നേരെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും ലേറ്റായിട്ട് കഴിക്കാനുള്ള മേടിക്കാമെന്ന്. അങ്ങോട്ട് പോകുന്ന വഴിയാണിത് ഈ പുക പറക്കുന്നത് കണ്ടത്. ആ സംഭവം വേറൊന്നുമല്ല, അവിടുത്തെ ആ ഷോപ്പിൽ അയൺ ചെയ്യുന്നതിൻ്റെ പുകയാണ് ആ കാണുന്നത്. പിന്നെ അവിടുന്ന് ഇറങ്ങി നേരെ നടന്ന് നമ്മുടെ വണ്ടിയിൽ കയറി നേരെ എയർപോർട്ടിലേക്ക് തന്നെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സമയം കളയാൻ നിന്നില്ല, വേഗം തന്നെ എയർപോർട്ട് ലക്ഷ്യമാക്കി അങ്ങോട്ട് പാഞ്ഞു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ കാർ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ അവിടുന്ന് കടയിൽ നിന്ന് മേടിച്ച ജ്യൂസും കേക്കൊക്കെ കഴിച്ചു അവിടെ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എൻ്റെ കൂട്ടുകാരൻ ഈത്തപ്പഴം തന്നിരുന്നു ഇന്നലെ. അത് ഞാൻ വണ്ടിയിൽ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു. എൻ്റെ ടേൺ എത്തി ഞാൻ താഴത്തേക്ക് വന്നു. പാസഞ്ചർ വണ്ടിയിൽ കയറി നമ്മൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ മീറ്റർ ഫെയർ സ്റ്റാർട്ടാവും കേട്ടോ. നമ്മുടെ എയർപോർട്ട് ടാക്സി ആയതുകൊണ്ട് തന്നെ 20 റിയാലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവർ തന്ന ലൊക്കേഷനിലെത്തി അവരുടെ ലഗേജൊക്കെ എടുത്ത് വെച്ചു കൊടുത്തു. അവർക്ക് ഈ ഹോട്ടലാണ് കേട്ടോ ഇന്ന് അവർ ബുക്ക് ചെയ്തിരിക്കുന്നത്. അവരെയൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉച്ചയൂണിനുള്ള സമയമായി. അപ്പോൾ അവരുടെ ഈ ഹോട്ടലിന് തൊട്ടടുത്താണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ, വെറൈറ്റി റെസ്റ്റോറൻറ്റ്. ഹിറ സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്താണ് ഈ വെറൈറ്റി റെസ്റ്റോറൻറ്റ്. അങ്ങനെ അവിടെ കയറി നല്ല ചൂട് ചോറൊക്കെ ഓർഡർ ചെയ്തു, ഭക്ഷണവും കഴിച്ചു, അവരുടെ പൈസയും കൊടുത്തു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ഇവിടെ അവരിപ്പോൾ ഈ പുതുതായിട്ട് ഒട്ടിച്ചതാണ് കേട്ടോ ഈ സ്റ്റിക്കറുകളെല്ലാം. നല്ല വൃത്തിയായിട്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് അവരുടെ കൂടെ കഥകളൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് എയർപോർട്ടിലേക്ക്. അങ്ങനെ അടുത്തൊരു പാസഞ്ചറിനെ കൂടെ എനിക്ക് കിട്ടി. അവന് കോഫി കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ കയറിയതായിരുന്നു. मेरा फ्लाइट है 2 बजे। 2 बजे रात को। अभी रियाद से आए इधर और डायरेक्ट पाकिस्तान से आए? डायरेक्ट अभी दवासर से आया जहाज में, इस एयरपोर्ट पे। अभी जो एयरपोर्ट उधर जाता है, डायरेक्ट उधर से जाता है, एयर से डायरेक्ट जाएगा पाकिस्तान. അങ്ങനെ അവൻ 2 കോഫി ഓർഡർ ചെയ്തു, ഒന്ന് എനിക്കും തന്നു കേട്ടോ. അങ്ങനെ അവനോട് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ തിരക്കി. അവൻ പാകിസ്ഥാനിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്, ഇവിടെ ഉംറയ്ക്കായിട്ട് എത്തിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവന് ഫ്ലൈറ്റ് ഹജ്ജ് ടെർമിനലാണ് കേട്ടോ. അങ്ങനെ ഹജ്ജ് ടെർമിനലിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. ഞാൻ തിരിച്ച് എയർപോർട്ടിലേക്ക് തന്നെ ഒന്ന് കയറി. അങ്ങനെ അവിടുന്ന് ഞാൻ ഒരു ട്രിപ്പും കൂടെ എടുത്തു, അവിടുന്ന് നേരെ റൂമിലേക്ക്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ഫോളോ ചെയ്ത് കൂടെ കൂടണേ.